സ്നേഹം തന്നെയായ ദൈവമേ, അങ്ങ് സ്നേഹിച്ചതുപോലെ ഞങ്ങളെയും സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. മറ്റുള്ളവരുടെ വളർച്ചയിൽ, അവരുടെ നേട്ടങ്ങളിൽ അവരോട് ചേർന്ന് സന്തോഷിക്കുവാനും ദൈവത്തോട് നന്ദി പറയുവാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കായൻ അസൂയ മൂലം സഹോദരനെ കൊന്ന് പാപിയായി തീർന്നതുപോലെ ഞങ്ങളിൽ ഒരാൾ പോലും അസൂയ മൂലം പാപത്തിനടിമയായി ദൈവപ്രീതി നഷ്ടപ്പെടുത്തുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്നേ ദിവസം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പിടിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി പരസ്പരം സംസാരിക്കാത്ത സഹോദരങ്ങൾ, മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കഴിയുന്ന മക്കൾ, അയൽക്കാരോട് ശത്രുത പുലർത്തുന്നവർ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ, ക്ഷമിക്കുവാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ, അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ, ഒന്ന് ചെറുതാകുവാൻ മനസ്സാകാത്തതിൻ്റെ പേരിൽ പരസ്പരം അകന്നു കഴിയുന്നവർ, എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരസ്പരം ക്ഷമിക്കുവാനുള്ള വലിയ കൃപ ഇന്നേ ദിവസം കൊടുക്കണമേ. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് നിറയ്ക്കണമേ. ആമേൻ. കോപമേറുമ്പോൾ ഞാൻ പാപം ചെയ്യുമ്പോൾ, സോദര ഹൃദയത്തെ നോവിക്കുമ്പോൾ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ.